ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ അടുക്കളത്തോട്ടമാണ്. ഈ കാണുന്നത് മുളക് ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് നന്നായിട്ട് പഴുത്ത് മൂത്ത് വന്നപ്പോൾ അതിന് ഞാൻ പാകി മുളപ്പിച്ചതാണ് ഇതൊക്കെ. ഇവിടെ കാണുന്ന എല്ലാ ചെടികളും ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത ചെടികളാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു കറിവേപ്പില ചെടിയാണ് കേട്ടോ. നന്നായിട്ട് അതിലെ ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കേരളത്തിലെ എല്ലാ വീട്ടിലുള്ളൊരു ചെടിയാണല്ലോ കറിവേപ്പില ചെടി. നമ്മൾ ഈ കാണുന്നത് അവരപ്പയറാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അവരയ്ക്ക നന്നായിട്ട് ഉണക്കി അതിൻ്റെ വിത്ത് റെഡിയാക്കി എടുത്തിട്ട് പാകി മുളപ്പിച്ചെടുത്താണ്. ഇപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ഇത് നന്നായിട്ട് നിറച്ച് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ചെടികളിലേക്കൊക്കെ ഇടുന്ന വളം എങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതൊരു തക്കാളി ചെടിയാണ് കേട്ടോ. ഇത് സാധാരണ നമ്മുടെ പഴുത്ത തക്കാളി കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് മുളപ്പിച്ചെടുത്തതാണ്. തക്കാളി ചെടിയും നിറച്ചുണ്ട് കേട്ടോ അവിടെ. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ അമരപ്പയർ തന്നെയാണ്. ഇഷ്ടം പോലെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അമരപ്പയർ നമുക്ക് കടയിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ വിത്ത്. അപ്പോൾ നിങ്ങളെപ്പോഴും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വള്ളിയായിട്ട് വളരുന്ന അമരൻ്റെ വിത്ത് വാങ്ങരുത്. ഇതുപോലെ കുറ്റി അമര എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കും, ഇഷ്ടം പോലെ കായ്ക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് ഒന്നത് ചെടി വളർത്തി നോക്കണേ. പിന്നെ ഇത് കുറച്ച് ഉള്ളി മുളച്ചപ്പോൾ ഞാനത് വെച്ചതാണ് കേട്ടോ. നമുക്ക് സാലറീസിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ നമ്മുടെ പുതിന ഇലയാണിത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചെടുത്തതാണ്. അതും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് ചെടികൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വളം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ ബക്കറ്റാണ്. അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കിച്ചൺ വേസ്റ്റ് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള ഈർപ്പവും ജലാംശമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പേപ്പറിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കരിയിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ കുറച്ച് മണ്ണ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഈ മണ്ണ് ഞാനിവിടെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചിലയും പുല്ലും അതൊക്കെ വന്നാലും നല്ലത് തന്നെയാണ്. കാരണം അതും കൂടെ നമുക്ക് ഈ വളമായിട്ട് മാറും. നമ്മൾ ഫസ്റ്റ് ലെയർ പേപ്പർ ഇട്ടത് കാണാത്ത രീതിയിൽ ഈ മണ്ണ് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച ഇലകളും പുല്ലുകളൊക്കെ കൂടെ പറിച്ചിട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ മണ്ണ് കൂടെ നിരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വളം റെഡിയായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാർബണിൻ്റെ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിവിടെ ഇതൊരു ടൈലിൻ്റെ ഒരു പീസ് കൊണ്ട്, പഴയൊരു ടൈലിൻ്റെ പീസ് കൊണ്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഇനി ഇത് നമുക്ക് അധികം വെയിൽ തട്ടാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇന്നത്തെ കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ അത് മണ്ണിൽ അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളം റെഡിയായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ കാണുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ തോലും തക്കാളിൻ്റെയും ഉള്ളിൻ്റെയൊക്കെ കുറച്ച് തോലും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള വേസ്റ്റ് ഒരു പ്ലേറ്റിലാക്കി വെച്ചതിന് ശേഷം വൈകുന്നേരമാണെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ആ മണ്ണില്ലേ അതിൻ്റെ മേലെ ഈ കിച്ചൺ വേസ്റ്റ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒരു ലെയർ മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈർപ്പില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മണ്ണാണെങ്കിൽ ഒരു 2-3 സ്പൂണിൻ്റെ അളവിൽ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല ഈർപ്പുള്ള നനഞ്ഞ മണ്ണായതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി വീണ്ടും ഈ ബക്കറ്റ് ആ ടൈൽ പീസ് കൊണ്ട് അടച്ച് ഒരു തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇനി ഇത് അടുത്ത ദിവസത്തെ കിച്ചൺ വേസ്റ്റാണ് കേട്ടോ. അതിൽ കുറച്ച് മുട്ടത്തോടും ഉരുളക്കിഴങ്ങിൻ്റെ തോലും ക്യാബേജിൻ്റെ കുറച്ച് വേസ്റ്റ്, പിന്നെ കുറച്ച് ഉള്ളിൻ്റെ തോല്, പഴത്തൊലി, അതൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് മണ്ണിൽ അലിഞ്ഞു പോകുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ഈ വളത്തിനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു വലിയ തലവേദനയാണ് ഈ കിച്ചൺ വേസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യത്തിനുള്ള വളവും റെഡിയാക്കാം, നമ്മുടെ കിച്ചൺ വേസ്റ്റും എന്നുള്ള വലിയൊരു തലവേദനയും നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഞാൻ വേറെ പല തരത്തിലും ഇതുപോലെ വളം ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഒരു പൊട്ട സ്മെല്ല് വരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത്. പലർക്കും മുട്ടത്തോടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞു പോകുമോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തോളൂ. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറച്ച് കൂടുതലുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ പൊടിച്ചിടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിൽ അലിഞ്ഞു പോയിക്കോളും. നമ്മുടെ വളമൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റ് വരുന്ന ആ ചായപ്പൊടി ഉണ്ടല്ലോ, അത് ഈ അരിപ്പയോടെ തന്നെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് ഒന്ന് വെള്ളം നനച്ച് അതിലത്തെ ആ പഞ്ചസാരൻ്റെയും പാലിൻ്റെയും ആ കണ്ടൻറ്റൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം അതും കൂടെ നമുക്ക് ഈ വളം ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കിച്ചൺ വേസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഞാൻ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എല്ലാ സൈഡും ഈക്വൽ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും ഒരു ലെയർ മണ്ണ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ മണ്ണ് ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണ് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസിൻ്റെ അളവിൽ കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ പച്ചവെള്ളമോ ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. ഒരു ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ ബക്കറ്റ് നിറയും മണ്ണും വെജിറ്റബിൾ വേസ്റ്റും എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കമ്പോസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ ചെടികൾക്കൊക്കെ. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് നല്ല എഫക്റ്റീവായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്തതാണ്. അത് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു.